അപ്പോൾ 2 കിഴി പൊറാട്ടയത്ത് ഒരെണ്ണം ഞങ്ങൾ അവിടുന്ന് കഴിച്ചു വന്ന് വീട്ടിൽ കൊണ്ടുവരും ചെയ്തു. നമുക്കറിയില്ലല്ലോ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ 2 ഓർഡർ ചെയ്തിരുന്നു. നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് സംഭവം കിട്ടിയത് തന്നെ. പിന്നെ ഞാനൊരു ചായയും കാക്കൊരു ലെമൺ ടീ. ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് 2 താത്താരുണ്ടായിരുന്നു. 2 കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കൊരു കാക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ താത്ത അളിയൊക്കെ വരുന്ന വിശേഷങ്ങളൊക്കെ ഓൾ എന്നോട് ഇങ്ങനെ പറയും കേട്ടോ. അവളെ താത്ത എടുത്തു കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓൾ വരും. പിന്നെ അവളെ കാക്കൂൻ്റെ കൂടെ ജീപ്പിൽ അവളെല്ലാവരും രാത്രി പുറത്ത് പോയ കാര്യങ്ങളൊക്കെ ഓൾ എനിക്ക് പറഞ്ഞു തരും കേട്ടോ. ഞങ്ങൾ പിന്നെ ബോട്ടി കഴിച്ചു. അതേപോലെ ബോട്ടിയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു നാരങ്ങ കിട്ടും, അത് പിഴിഞ്ഞാൽ കഴിക്കുക. അങ്ങനെയൊക്കെ ഓളോരോ സവാള കട്ട് ചെയ്തത്, അങ്ങനെ ഓരോ വിശേഷങ്ങളും ഓൾ എനിക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എനിക്കൊരു സങ്കടം തോന്നും, എനിക്കൊരു കാക്കില്ലല്ലോ, എനിക്കൊരു കാക്കല്ലല്ലോ എന്നൊക്കെ. ഞാനായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ മൂത്തത്. അതായത് എനിക്കൊരു കാക്കില്ലല്ലോ, എനിക്കൊരു താത്തല്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നും കേട്ടോ. എൻ്റെ അപ്പം എൻ്റെ അമ്മ കല്യാണം കഴിക്കണ ടൈമിൽ ഗൾഫിലാണ്. പിന്നെ ഇപ്പം എനിക്കൊരു മോളുണ്ടായതിന് ശേഷമാണ് കേട്ടോ ക്യാൻസലാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പുറത്ത് കൊണ്ടുപോകാനൊന്നും ആളില്ല കേട്ടോ. നമ്മളെപ്പോഴും പുറത്തൊക്കെ പോവും, എപ്പോഴും ഓരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മമ്മാൻ്റെ വീട്ടിലും അങ്ങനെ നമ്മളെ കുടുംബക്കാരെ വീട്ടിലൊക്കെ ഉണ്ടാവും. അതിനൊക്കെ പോകുന്നല്ലാതെ നമ്മളങ്ങനെ പുറത്ത് പോയിട്ട് അങ്ങനെ കഴിച്ച് ഒരു അനുഭവങ്ങളൊന്നും എനിക്ക് കുട്ടിക്കാലത്തില്ല. വല്ല ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വന്നിട്ട് എങ്ങടേലൊക്കെ പോകുമ്പോൾ അപ്പോഴൊക്കെ കാരണം നമ്മളൊരു ഹോട്ടലിൽ കയറി അങ്ങനെയൊക്കെ ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിരിഞ്ഞ് കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ നമ്പറൊക്കെ കിട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനോളം വിളിച്ചപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാനോളോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ്, ഈ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് കാക്കില്ലല്ലോ. അപ്പോൾ ഓൾ ഇങ്ങോട്ട് പറയുകയാണ്, എടി ഈ അന്ന് ഇത്രങ്ങാനും മുട്ടായി വാങ്ങിയെന്ന് എനിക്കറിയോ. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു എൻ്റെ പോലെ മുട്ടായി വാങ്ങാനൊരാഗ്രഹം. എനിക്കിങ്ങനെ പെരയിൽ നിന്ന് പൈസയൊന്നും കിട്ടൂല, എന്താ വേണ്ടത് വെച്ചാൽ അതിൻ്റെ വീട്ടുകാർ വാങ്ങിക്കൊടുക്കും, വീട്ടിലുണ്ടാവും ജിജും പറഞ്ഞാൽ. പക്ഷേ കയ്യിൽ പൈസയൊന്നും തരില്ല. പക്ഷേ ഈ അങ്ങനെയല്ലായിരുന്നു, എൻ്റെ അടുത്ത് പൈസയൊക്കെ ഉണ്ടായിരുന്നു, ഈ മുട്ടായി ഒക്കെ വാങ്ങുമ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ഓളിനോട് ഇങ്ങോട്ട് തിരിച്ചും പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ അനിയനാണുള്ളത്. ഓൻ വലുതായതിന് ശേഷം പിന്നെ ഞങ്ങൾ ഓൻ്റെ കൂടെ പുറത്തൊക്കെ പോയി ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അപ്പം ഗൾഫിൽ മെസ്സ് നടത്തുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അപ്പം നല്ല ഫുഡ് പൊറാട്ടയും കാര്യങ്ങളൊക്കെ എൻ്റെ പെരയിൽ തന്നെ ഉണ്ടാക്കും. എൻ്റെ അപ്പാക്ക് എല്ലാതും ഉണ്ടാക്കാനറിയും. എനിക്ക് ഇന്ന് എന്തോ ഇതൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഓളെ ഓർമ്മ വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കഥ അവിടെ പറഞ്ഞതാണ്. ഓളിൻ്റെ ഈ വീഡിയോ